നമുക്കിപ്പോൾ ഒരു പോസ്റ്റർ വേണം. പോസ്റ്റർ എന്ന് പറയുന്ന നേരം പല ആവശ്യത്തിനും പല കാറ്റഗറിയിലുള്ള പോസ്റ്ററുകൾ നമുക്ക് ആവശ്യമായിട്ട് വരും. ഇപ്പോൾ ഒരു ഉദ്ഘാടനത്തിൻ്റെ പോസ്റ്റർ, ഒരു ബർത്ത്ഡേൻ്റെ ഒരു ഗ്രീറ്റിംഗ്സ് പോസ്റ്റർ, അതുപോലെ പല രീതിയിലുള്ള പോസ്റ്ററുകൾ. ഏത് ആവശ്യത്തിനുള്ള പോസ്റ്റർ ആയാലും നമുക്ക് വളരെ സിമ്പിളായിട്ട് മൊബൈലിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പോസ്റ്റർ മേക്കർ. ഈ പോസ്റ്റർ മേക്കർ എങ്ങനെ ഉപയോഗിക്കുക, അതിൽ കൂടെ എങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കാം, ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് നോക്കാം. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. നമുക്കിത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഒരു പോസ്റ്റർ ഒന്ന് ഉണ്ടാക്കി വെക്കുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഇഷ്ടംപോലെ കാറ്റഗറി ഉണ്ട്. നമുക്ക് ആവശ്യമുള്ള എല്ലാ കാറ്റഗറി ഇതിൽ കിട്ടും. അതുകൂടാണ്ട് ഓരോ കാറ്റഗറിയിലും ഇഷ്ടംപോലെ ടെംപ്ലേറ്റുകളുണ്ട്. ഇഷ്ടംപോലെ ടെംപ്ലേറ്റുകളുണ്ട്. ഏത് ടെംപ്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. ചിലത് പ്രോ ആണ്, അതിന് പൈസ കൊടുക്കണം. പിന്നെ ഇതിൻ്റെ പ്രോ വെർഷൻ ഒന്നും നമ്മൾ എടുക്കണ്ട. നമുക്കിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബർത്ത്ഡേൻ്റെ ഒരു പോസ്റ്റർ, ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്റർ ഞാനൊന്ന് ഓപ്പൺ ചെയ്യാം. പോസ്റ്റ് ഇവിടെ വന്ന് ഇനി നമുക്ക് ഇവിടെ എഡിറ്റ് കൊടുക്കാം. എഡിറ്റ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു ഫോട്ടോ ഇതിലുണ്ട്, കുറച്ച് എഴുത്തുകളുണ്ട്. ഇങ്ങനെയുള്ള പോസ്റ്ററുകളിൽ ഏത് എഴുത്തും നമുക്ക് എഡിറ്റ് ചെയ്യാം. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഈ ലെറ്റർ അതൊന്ന് നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ അതൊന്ന് പ്രസ് ചെയ്യുക. അത് പ്രസ് ചെയ്താൽ അവിടെ എഡിറ്റ് ഓപ്ഷൻ വന്ന് ഇനി നമുക്കിത് എഡിറ്റ് കൊടുക്കുക. ആ എഴുത്ത് ഇവിടെ വന്ന് നമുക്ക് എന്ത് എഴുത്താണോ അവിടെ വേണ്ടത് അതവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുത്തൂസ് എഴുതിയേക്ക് ആ മുത്തൂസ് അവിടെ വന്ന് ഇതിൻ്റെ വലുപ്പം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. അതുപോലെ സൈസ്, കളറ്, ഫോണ്ട് ഒക്കെ മാറ്റുകയുള്ള ഓപ്ഷൻ താഴെയുണ്ട്. അതുപോലെ ഫോട്ടോ നമുക്ക് മാറ്റണമെങ്കിൽ ഫോട്ടോത്തിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇവിടെ റീപ്ലേസ് കൊടുക്കുക. റീപ്ലേസ് കൊടുത്തിട്ട് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴെ ഭാഗത്തുള്ള ഈ ലെറ്ററും അതും ഇതുപോലെ നമുക്ക് എന്തൊക്കെയാണോ ഇതിൽ മാറ്റം വരുത്തേണ്ടത് അതിൽ ഓരോന്നിലും ക്ലിക്ക് ചെയ്താൽ ഈ സൈഡിലുള്ള ഒരു പൂവ് പോലത്തെ സാധനമില്ലേ, അതൊക്കെ നമുക്ക് മാറ്റി മറക്കുകയൊക്കെ ചെയ്യാം. എന്ത് ഭാഗവും ഇതിൻ്റെ ഓരോ ഭാഗവും നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റി മറക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിൻ്റെ പൊസിഷനും ഫോട്ടോ ഒക്കെ കറക്റ്റ് ആക്കിയതിന് ശേഷം നമുക്കിവിടെ സേവ് കൊടുക്കാം. സേവ് കൊടുത്താൽ നമ്മളെ ഗ്യാലറിയിൽ അത് സേവ് ആവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് രീതിയിലുള്ള പോസ്റ്റും എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. സേവ് കൊടുക്കുന്നേരം നമുക്ക് ഏത് ഫോർമാറ്റിലാണ് വേണ്ടിയെന്നുള്ള അതും ചോദിക്കും. ഇതിനുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു മൂലക്ക് ഇതിലൊരു വാട്ടർ മാർക്ക് ഉണ്ടാവും. അത് ഫ്രീ വെർഷൻ ആയതുകൊണ്ടാണ്. ഇതിൻ്റെ തന്നെ പ്രോ വെർഷൻ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വാട്ടർ മാർക്ക് ഉണ്ടാകില്ല. സംഭവം പോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യക്കാർക്ക് ഉപയോഗിക്കുക, ആവശ്യക്കാർ മാത്രം ഉപയോഗിക്കുക. അനാവശ്യമായിട്ട് ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ ഫോണിൽ കുത്തി ഇറക്കേണ്ട, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്കുക. നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.